തൃശൂരിൽ സിപിഎമ്മിനെതിരെയുള്ള ഇഡിയുടെയും ആദായനികുതി വകുപ്പിന്റെയും നടപടികൾ ഭയപ്പെടുത്തൽ മാത്രമെന്ന് മന്ത്രി കെ രാജൻ. എന്നാൽ ഇടതുപക്ഷം ഭയപ്പെടാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇഡി കൂടുതൽ വീര്യത്തോടെ വരുമെന്ന ബിജെപി പ്രചാരണം യാഥാർത്ഥ്യമായി എന്നേ കരുതുന്നുള്ളൂ. ഇഡി നടപടികൾ ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ളതെന്നും കെ രാജൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് വേണ്ടി റവന്യൂ മന്ത്രി കെ രാജൻ വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചാരണത്തിലാണ്. ഇപ്പോൾ മന്ത്രി തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് തൃശ്ശൂരിലെ ഇത്തവണത്തെ അവസ്ഥ? വളരെ അനുകൂലമാണെന്ന് മാത്രമല്ല, നേരത്തെ ആരംഭിച്ചതിനേക്കാൾ കൂടുതൽ ആവേശകരമാണ്. അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ടൊരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ ED അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഒക്കെ വളരെ സജീവമായിട്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലും കണ്ടതുപോലെ വളരെ സജീവമായിട്ട് ഇപ്പോൾ കേരളത്തിൽ സജീവമാണ്, പ്രത്യേകിച്ച് തൃശ്ശൂർ സജീവമാവുന്നുണ്ട്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യത? ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ BJPയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും പറഞ്ഞിരുന്നൊരു കാര്യം, ഇടക്കാലത്ത് കുറച്ച് നാൾ നിശബ്ദമാണെങ്കിലും തെരഞ്ഞെടുപ്പ് ആവുന്നതോടുകൂടി ED വർദ്ധിത വീര്യത്തോടെ വിഷയങ്ങളുണ്ടാക്കാൻ, ആരെയും തെളിവ് നൽകാനോ ഏതെങ്കിലും വിധത്തിൽ മറ്റ് നടപടികളിലേക്ക് കിടക്കാനോ അല്ല, ആളുകൾക്കിടയിൽ ഒരു ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് ഒരു പ്രശ്നമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ EDയുടെ ഇടപെടലുണ്ടാകും എന്ന് നേരത്തെ അവർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. അത് യാഥാർത്ഥ്യമാകുകയാണ്. പക്ഷേ അതിലൊന്നും അവസാനിക്കുന്ന പ്രശ്നങ്ങളല്ല. വളരെ ശക്തമായി ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും. ഇവരുടെ ഈ വരവ് ഒരു ഭയപ്പെടുത്തൽ മാത്രമാണ്, അതിനപ്പുറത്തേക്ക് വേറെ വിഷയങ്ങളൊന്നും ഇതിനകത്ത് അവർക്ക് ചെയ്യാനും കഴിയില്ല. അല്ല, ഇപ്പം കാണുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താമായിരുന്നു. ED വരികയും ഒരു കാലഘട്ടത്തിൽ ഗ്യാപ്പ് രേഖപ്പെടുത്തുകയും വീണ്ടും തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അടുത്ത ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നത് വളരെ ബോധപൂർവമായിട്ടുള്ള ചില തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടായിരിക്കും. ഇതിനൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ആളുകൾ പേടിക്കുന്നില്ല. ആരെയും ചോദ്യം ചെയ്യാനും ആരെയും പരിശോധിക്കാനുള്ള അവരുടെ അവകാശം അവർ ഉപയോഗിക്കട്ടെ. ജനാധിപത്യത്തിൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും പ്രതിഷേധിക്കാനുമുള്ള അവസരങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തൃശ്ശൂരിനെ പ്രത്യേകിച്ച് ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ ഒക്കെ ഇടപെടലുണ്ടാവുമെങ്കിൽ പോലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥിയും അതുപോലെ LDF നേതൃത്വവും വലിയ വിജയം കാഴ്ചവെക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് റിപ്പോർട്ടർ ജയ്സൈൻ. റിപ്പോർട്ടർ, തൃശ്ശൂർ.